സംസ്ഥാനത്തെ വെള്ള, നീല റേഷൻ കാർഡ് ഉടമകൾ പ്രത്യേകമായി തന്നെ ശ്രദ്ധിച്ചിരിക്കണം. നാളെ അവസാനിക്കുകയാണ്. നമുക്കറിയാം, സാമൂഹികവും സാമ്പത്തികവുമായ കാര്യങ്ങളൊക്കെ പരിശോധിച്ചാണ് സംസ്ഥാനത്തെ റേഷൻ കാർഡുകൾ വെള്ള, നീല, മഞ്ഞ, പിങ്ക്, ബ്രൗൺ എന്നിങ്ങനെ 5 തരത്തിലുള്ള റേഷൻ കാർഡുകൾ വിതരണം ചെയ്തിരിക്കുന്നത്. ഇതിൽ തന്നെ മഞ്ഞ, പിങ്ക് റേഷൻ കാർഡ് ഉടമകൾക്കാണ് സബ്സിഡി ആനുകൂല്യങ്ങൾ, അതുപോലെ തന്നെ മറ്റെല്ലാ സർക്കാർ ആനുകൂല്യങ്ങളും ലഭിക്കുന്നത്. ഇവരുടെ സാമ്പത്തിക നില മെച്ചപ്പെടുമ്പോൾ നിലവിലെ റേഷൻ കാർഡ് വെള്ള റേഷൻ കാർഡിലേക്ക് തരം മാറ്റണം എന്നാണ് മാനദണ്ഡം. നിലവിൽ അർഹതയുണ്ടായിട്ടും വെള്ള, നീല റേഷൻ കാർഡുകൾ ലഭിച്ച ഗുണഭോക്താക്കളുമുണ്ട്. അർഹതാ മാനദണ്ഡങ്ങൾക്ക് വിധേയമായി BPL റേഷൻ കാർഡിനായി ഇപ്പോൾ അപേക്ഷകൾ സമർപ്പിക്കുവാനുള്ള അവസരമാണ്. അത് നാളത്തോടു കൂടി, അതായത് ഡിസംബർ 16-ാം തീയതിയോട് കൂടിയാണ് നിലവിൽ തന്നിരിക്കുന്ന തീയതി അവസാനിക്കുന്നത്. അനർഹമായി മഞ്ഞ, പിങ്ക് റേഷൻ കാർഡുകൾ കൈവശം വയ്ക്കുന്നവർക്കെതിരെ വ്യാപകമായിട്ടുള്ള നടപടികളും സിവിൽ സപ്ലൈസ് വകുപ്പ് എടുത്തു വരികയാണ്. സംസ്ഥാനത്ത് 1.5 വർഷത്തിനിടെ ഇത്തരത്തിൽ റേഷൻ കാർഡ് ഉടമകളിൽ നിന്നും പിഴയായി ഈടാക്കിയിരിക്കുന്നത് 9,63,00,000 രൂപയാണ്. 1,31,000 റേഷൻ കാർഡുകളെയാണ് അനർഹമായി ആനുകൂല്യങ്ങൾ കൈപ്പറ്റിയതായി കണ്ടെത്തിയത്. പിഴ ഈടാക്കിയതിനു പുറമെ ഇവരെ പൊതുവിഭാഗമായ വെള്ള കാർഡിലേക്ക് മാറ്റുകയും ചെയ്തു. പൊതുവിതരണ ഉപഭോക്തൃകാര്യ കമ്മീഷണറുടെ ഓഫീസിൽ നിന്നുള്ള വിവരാവകാശ രേഖകൾ പ്രകാരമാണ് ഈ ഒരു കണക്ക് പുറത്തു വന്നിരിക്കുന്നത്. നിലവിലെ നീല, വെള്ള കാർഡുകളിൽ നിന്ന് അപേക്ഷിച്ചവർക്കെല്ലാം തന്നെ മുൻഗണനാ കാർഡ് നൽകുവാനുള്ള നടപടികളും തുടങ്ങിയതിനൊപ്പമാണ് അനർഹരായവർക്കെതിരെയുള്ള പിഴ ചുമത്തലും നടക്കുന്നത്. 2024 ജനുവരി 1 മുതൽ 2025 മെയ് 31 വരെയുള്ള കണക്ക് പ്രകാരമാണ് ഇത്രയും അനർഹരെ കണ്ടെത്തിയത്. പരാതികളുടെ അടിസ്ഥാനത്തിൽ നേരിട്ടുള്ള പരിശോധനയിലും അനർഹരാണെന്ന് കണ്ടെത്തിയവരിലും സ്വമേധയാ അനർഹരാണെന്ന് അറിയിച്ചവരുമുണ്ട്. 77,170 പേർ ഇത്തരത്തിൽ മുൻഗണനാ കാർഡിന് അർഹതയില്ല എന്ന് സ്വമേധയാ അറിയിച്ചുകൊണ്ട് പൊതുവിഭാഗത്തിലേക്ക് മാറിയിട്ടുണ്ട്. 48,903 പേരെ പരിശോധനയിലൂടെ കണ്ടെത്തി പിഴ ചുമത്തുകയാണ് ചെയ്തിട്ടുള്ളത്. അവരെ പൊതുവിഭാഗമായിട്ടുള്ള വെള്ള കാർഡിലേക്ക് മാറ്റുകയും ചെയ്തു. പരാതികൾ ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 5,564 പേർക്കെതിരെ നടപടിയെടുത്തു. 23,243 അന്ത്യോദയ അന്നയോജന മഞ്ഞ കാർഡുകളും 1,00,000 PHH പിങ്ക് കാർഡുകളുമാണ് മുൻഗണനാ വിഭാഗത്തിൽ അനർഹമായുള്ളത്. ഓപ്പറേഷൻ യെല്ലോ പദ്ധതി നടപടികളിലൂടെയാണ് അനർഹരെ കണ്ടെത്തുന്നത്. ഇത്രയും പേരെ മാറ്റിയ ഒഴിവിലേക്കാണ് ഇനി നീല, വെള്ള റേഷൻ കാർഡുകളിലെ അർഹരായിട്ടുള്ള ആളുകളെ ഉൾപ്പെടുത്തുക. നിലവിൽ വെള്ള, നീല റേഷൻ കാർഡുകളിൽ മുൻഗണനാ കാർഡായിട്ടുള്ള പിങ്ക് കാർഡ് ലഭിക്കുവാനുള്ള അർഹതയുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് നാളത്തോടു കൂടി അപേക്ഷകൾ സമർപ്പിച്ചിരിക്കണം. പിന്നീട് ഒരു അവസരം നിങ്ങൾക്ക് എപ്പോഴാണ് ലഭിക്കുക എന്നുള്ള ഒരു അറിയിപ്പ് വരുമ്പോൾ മാത്രമേ പിന്നീട് അപേക്ഷകൾ നൽകുവാനുള്ള അവസരം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ തീർച്ചയായും നിങ്ങൾക്ക് അർഹരാണെങ്കിൽ നാളത്തോടു കൂടി തന്നെ അപേക്ഷകൾ സമർപ്പിക്കുവാൻ പ്രത്യേകമായി തന്നെ ശ്രദ്ധിക്കണം. അടുത്തതായി ശ്രദ്ധിച്ചിരിക്കേണ്ട മറ്റൊരു അറിയിപ്പ്, സംസ്ഥാനത്ത് യോഗ്യരായ സ്ത്രീകൾക്ക് 1000 രൂപ പ്രതിമാസം പെൻഷനായി ലഭിക്കും. ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷകൾ ഉടൻ തന്നെ ആരംഭിക്കുന്നതാണ്. റേഷൻ കാർഡ് നിർബന്ധമാണ്. ബാങ്ക് അക്കൗണ്ടുകളിലേക്കാണ് ഈ ഒരു തുക നേരിട്ട് എത്തിച്ചേരുക. മറ്റു ക്ഷേമ പദ്ധതികളിൽ ചേരാത്തവരും അന്ത്യോദയ അന്നയോജന, അതായത് മഞ്ഞ റേഷൻ കാർഡ് അല്ലെങ്കിൽ മുൻഗണനാ വിഭാഗമായിട്ടുള്ള പിങ്ക് റേഷൻ കാർഡ് എന്നിവയിൽ ഉൾപ്പെടുന്നവരായ 35 വയസ്സിനും 60 വയസ്സിനും ഇടയിൽ പ്രായമുള്ള സ്ത്രീകൾക്ക് ഈ ഒരു പദ്ധതിയിലേക്ക് അപേക്ഷകൾ നൽകാവുന്നതാണ്. ഈ വിഭാഗത്തിൽ വരുന്ന ട്രാൻസ് സ്ത്രീകൾക്കും അപേക്ഷകൾ സമർപ്പിക്കാം. അപേക്ഷകർ അവരുടെ യോഗ്യത സ്ഥിരീകരിക്കുന്ന സത്യവാങ്മൂലം കൂടി സമർപ്പിക്കണം. അപേക്ഷകർ കേരളത്തിലെ സ്ഥിര താമസക്കാരുമായിരിക്കണം. വിധവ, അവിവാഹിത, വികലാംഗ, സാമൂഹിക ക്ഷേമ സർവീസ്, കുടുംബ പെൻഷൻ അല്ലെങ്കിൽ ക്ഷേമ ബോർഡ് പെൻഷനുകൾ, ഇനി അതുമല്ലെങ്കിൽ EPF പെൻഷൻ എന്നിവ ഇതിനകം സ്വീകരിക്കുന്ന വ്യക്തികളാണെങ്കിൽ അവർക്ക് അപേക്ഷകൾ സമർപ്പിക്കുവാനുള്ള യോഗ്യത ഇല്ല. കേരളത്തിന് പുറത്തേക്ക് പോകുകയോ ഏതെങ്കിലും കേന്ദ്ര സംസ്ഥാന സ്വയംഭരണ അല്ലെങ്കിൽ ഗ്രാന്റ് ഇൻ എയ്ഡ് സ്ഥാപനത്തിലോ പദ്ധതിയിലോ സ്ഥിരമായോ താൽക്കാലികമായോ ജോലി നേടുകയോ ചെയ്യുന്ന ഗുണഭോക്താക്കൾക്ക് യോഗ്യത നഷ്ടപ്പെടും. എന്നിരുന്നാലും സ്വകാര്യ സ്ഥാപനങ്ങളിലെ തൊഴിൽ അപേക്ഷകരെ അയോഗ്യരാക്കുകയില്ല. റേഷൻ കാർഡുകൾ നീല അല്ലെങ്കിൽ വെള്ള നിറമായി തരം മാറ്റപ്പെട്ടാൽ പിന്നീട് പെൻഷൻ ലഭിക്കുന്നതല്ല. 1 മാസത്തിൽ കൂടുതൽ റിമാൻഡ് ചെയ്തതോ ജയിലിൽ കഴിയുന്നതോ ആയവർക്കും യോഗ്യത നഷ്ടപ്പെടുന്നതാണ്. അപേക്ഷകർ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിക്കാണ് നൽകേണ്ടത്. പൊതുജനങ്ങളുടെ അറിവിലേക്കായി വളരെ പ്രധാനപ്പെട്ട അറിയിപ്പുകളുടെ വിശദവിവരങ്ങളാണ് പങ്കുവച്ചത്. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്തെത്തിക്കണം. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എഴുതി അറിയിക്കുക. പുതിയൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും അനൂപ് സൈനിങ് ഓഫ്.